ഹലോ ഗൈസ്, സോ ഇന്ന് നമ്മൾ ഊട്ടി പോകാൻ ഉള്ള ദിവസമാണ്. ഇതാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ആ വണ്ടി. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് നല്ല അടിച്ചു പൊളിച്ച് പോകാനാണ് പോകുന്നത് ഗൈസ്. അങ്ങനെ ഞാനാണെങ്കിൽ മാപ്പിൽ സത്യം പറഞ്ഞാൽ നോക്കിയപ്പോൾ 12 hours ഉണ്ട്. അതായത് കാട്ടാക്കടയിൽ നിന്ന് നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് അവിടം വരെ പോകാൻ 12 hours ഉണ്ട്. അങ്ങനെ ജില്ലും നല്ല ഹാപ്പി ആയിട്ട് പോവുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. ഞാനൊരു ഗീ റോസ്റ്റാണ് ഗൈസ് എടുത്തത്. രാവിലെ തന്നെ ഒന്നും കഴിക്കാതെയാണ് ഞാൻ ഇറങ്ങിയത്. സോ കുറച്ച് ഒരു നോഷ്യസ് ഫീൽ ചെയ്തായിരുന്നു, തലകറക്കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. സോ അങ്ങനെ ഞാൻ പതുക്കെ എൻ്റെ ഗീ റോസ്റ്റും കഴിച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടുത്തെ ഗീ റോസ്റ്റ്. പേര് മറന്നുപോയി സ്ഥലത്തിൻ്റെ. അങ്ങനെ ശ്രീ ഐശ്വര്യ എന്ന് തോന്നണം ഗൈസ്. അങ്ങനെ പതുക്കെ ഗീ റോസ്റ്റും കഴിച്ച് എൻ്റെ കോഫിയും കുടിച്ചിട്ട് അങ്ങനെ പിന്നെ മെഡിസിനും ഞാൻ കഴിച്ചായിരുന്നു. അതായത് വോമിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ ഉണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചിട്ടാണ് ഗൈസ് നമ്മൾ. ഇറ്റ് വാസ് എ ലോങ് ജേർണി ഗൈസ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് ഓക്കെ ആയി കേട്ടോ. പിന്നെ ഉറക്കൊക്കെ എണീച്ച് പിന്നെ കട്ടനൊക്കെ കുടിച്ച് അങ്ങനെ വൈകിട്ടായി ഗൈസ്. പിന്നെ ഒരു 12 മണിക്കൂർ ഉണ്ടായിരുന്നല്ലോ യാത്ര. അങ്ങനെ രാത്രി ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചില്ല, രാവിലെ കഴിച്ചിട്ട് പിന്നെ വീണ്ടും ഒരു 7 മണിയൊക്കെ ആയപ്പം നമ്മൾ ഒരു സ്റ്റോപ്പ് എത്തി. പിന്നെ ഞാൻ ഒരു മന്തിയാണ് കഴിക്കുന്നത്. രാത്രി ഇനി ഫുഡില്ല, അതുകൊണ്ട് ഇനി മന്തി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ മന്തിനെ കുത്തിക്കയറ്റി വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി ഗൈസ്. ഇപ്പം സമയം ഒരു 9 മണിയൊക്കെ ആയി കാണും. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു രാത്രിയൊക്കെ ആയപ്പോൾ ഇവിടുത്തെ ലൈറ്റൊക്കെ ഇട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ജില്ലാണെങ്കിൽ കുറച്ച് പേടിപ്പിച്ച് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പം ഇങ്ങനെ കണ്ണിറുട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. അങ്ങനെ വീണ്ടും യാത്രകൾ തുടങ്ങി വീണ്ടും ഒരു 10 മണിയൊക്കെ ആയപ്പം ബോറടിച്ച് വീണ്ടും ജുറാസിക് പാർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജുറാസിക് പാർക്ക് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ ടി വിയും കണ്ടുകൊണ്ട് സത്യം പറഞ്ഞാൽ പോയപ്പം സമയം അറിഞ്ഞില്ല. അങ്ങനെ ഇതും കണ്ടുകൊണ്ട് നമ്മൾ ഈ സിനിമ തീർന്നപ്പം സത്യം പറഞ്ഞാൽ ഒരു 11 മണിയൊക്കെ ആയി കേട്ടോ. ഒരു 11 മണിയൊക്കെ ആയി. പിന്നെ അതിൽ ലയിച്ച് നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ രാവിലെ എണീച്ച് ഒരു 7 മണിയൊക്കെ ആയപ്പം എണീച്ച് ഒരു 9 മണിക്ക് തുടങ്ങിയ യാത്രയാണിത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഊട്ടിയിൽ ആ ഒരു ഹില്ലെത്തി ഗൈസ്. അങ്ങനെ ടോപ്പിലെത്തി. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പം കുറേ പന്നികളൊക്കെ കണ്ട്, കാട്ടുപന്നിയൊക്കെ കണ്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ കുതിരയും കണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ കുതിര കണ്ടപ്പം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ റൂമൊക്കെ എടുത്ത് റൂമിൽ അന്ന് കിടന്നാൽ മതി എന്നാണ് വിചാരിച്ചത്. നല്ല തണുപ്പായിരുന്നു ഗൈസ്. ഫാന് AC ഒന്നുമില്ല, നല്ല തണുപ്പായിരുന്നു. എനിവേസ് ഇനി ഞാൻ കിടന്നുറങ്ങിയിട്ട് നാളെ വിശേഷങ്ങൾ അറിയിക്കാം. ബൈ.